ഈ സിനിമ ആരംഭിക്കുന്നത് ഒരു സ്കൂൾ കാലഘട്ടത്തിലാണ്. ഈ പെൺകുട്ടിയുടെ പേരാണ് വൈഷ്ണവ്. ഈ പെൺകുട്ടിക്ക് സ്കൂളിൽ പഠിച്ച കാലത്ത് ഇവരുടെ ക്ലാസ്സിലുള്ള അർജുൻ എന്ന് പറയുന്ന പയ്യനോട് വളരെയധികം ഇഷ്ടമുണ്ടായി. ദിവസം ഇവരുടെ ക്ലാസ്സിൽ വന്ന് സാറ് പറയുകയാണ്, നാളെ രാഖി കെട്ടേണ്ട ദിവസമാണ്, എല്ലാവരും ക്ലാസ്സിലെ ബോയ്സിന്റെ രാഖി കെട്ടും. അർജുന് രാഖി കെട്ടാൻ അവൾ തയ്യാറായില്ല. ഇത് കണ്ടിട്ട് സാർ അവളെ ഒരുപാട് അടിച്ചു. ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അർജുൻ വൈഷ്ണവിയെ കാണാൻ വരികയാണ്. അവിടെ കൈ പിടിച്ച് നോക്കുകയാണ്. നിനക്ക് വേദനിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് അവൻ അവളെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. അവൾക്ക് ഒരുപാട് സന്തോഷമായത് കേട്ടോ. അവർ പ്രേമത്തിലായി. അവൻ അവൾക്കൊരു സോപ്പ് പെട്ടിയായിരുന്നു ആദ്യമായിട്ട് ഗിഫ്റ്റ് കൊടുത്തത്. അവൻ കൊടുത്ത ചെറിയ സമ്മാനമാണെങ്കിലും അവൾക്ക് ഒരുപാട് സന്തോഷം. അങ്ങനെ അവരുടെ കണ്ടുമുട്ടലുകൾ പതിവായി തുടങ്ങി. അങ്ങനെ അവിടെ അർജുന്റെ വൈഷ്ണവിയുടെ സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അങ്ങനെ അർജുൻ +2 തോറ്റുപോയതിനാൽ അവൻ പിന്നെ ഓട്ടോ ഓടിക്കാൻ, വൈഷ്ണവി +2 പാസ്സായതുകൊണ്ട് പിന്നെ അവൾ കോളേജിൽ പോകാൻ തുടങ്ങി. അവനായിരുന്നു എന്നും അവളെ വണ്ടിയിൽ കൊണ്ടാക്കുന്നത്. ഇന്ന് അവിടെ ആദ്യ ദിവസമായിരുന്നു കോളേജ്. പിന്നെ ഒരു മികച്ച യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു അവൾ പഠിക്കാൻ ചെന്നത്. ആദ്യമായി ആ കോളേജിൽ ചെന്നപ്പോൾ അവൾ മാത്രമേ ഉള്ളായിരുന്നു നാടൻ കുട്ടിയായിട്ട്. ബാക്കിയെല്ലാം മോഡേൺ ആയിട്ടുള്ള ഒക്കെ അവരെ ഡ്രസ്സിന്റെ പേരിൽ കളിയാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടിയുടെ പേരാണ് മീര. കുട്ടിയെ സഹായിക്കുന്ന എന്ന പോലെ വ്യാജേന വന്ന് ഇവരെ സംരക്ഷിക്കുകയാണ്. എന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുകയാണ്. ഈ സമയം തന്നെ മീരയുടെ കൂട്ടുകാർ ചോദിക്കുകയാണ്, നിനക്ക് നാണമില്ലേ ഇവളുമാരുമായിട്ടൊക്കെ കൂട്ടുകൂടാനെന്ന്. അപ്പോൾ അവൾ പറയും, നമുക്ക് പ്രൊജക്റ്റൊക്കെ എഴുതരാൻ ആൾ വേണ്ടേ. നമ്മൾ അർജുൻ കോളേജ് കഴിഞ്ഞിട്ടും അവളെ വിളിക്കാൻ വരുമായിരുന്നു. അങ്ങനെ ഇന്നൊരു പുതിയ സമ്മാനമായിരുന്നു അവൾക്ക് കൊടുത്തത്. അതൊരു മൊബൈൽ ഫോണായിരുന്നു. അവൾക്ക് ഒരുപാട് സന്തോഷമായത്. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ചോദിക്കുകയാണ് മൊബൈൽ ഫോണിന്റെ കാര്യം. അവൾ പറയുകയാണ് കൂട്ടുകാരി തന്നതാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, പണക്കാരികളായ കൂട്ടുകാരിയുടെ കൂടെ തന്നെ നീ കൂട്ടുകൂടണേന്ന് പറയും. അച്ഛന് തീരെ അത് ഇഷ്ടപ്പെട്ടില്ല. അച്ഛനെ കാണിച്ചപ്പോൾ അച്ഛൻ പറയാണ്, നിന്നെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യം കാണും, അതുകൊണ്ടായിരിക്കും ഇത് തന്നതെന്ന്. അങ്ങനെ രാത്രി നിരന്തരം അവർ ഫോൺ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. അങ്ങനെ പിറ്റേന്ന് ഇവൾ കോളേജിലെത്തിയപ്പോൾ അവിടുത്തെ ഒരു ചോക്ലേറ്റ് ബോയ് ആയ സീനിയർ പയ്യന് ഇവളോട് ചെറിയൊരു ഇഷ്ടം തോന്നി. അതാ തന്നെ അവളെ റാഗിങ്ങിൽ നിന്നൊക്കെ രക്ഷിക്കുകയായിരുന്നു അവൻ. സീത എന്ന് പറയുന്ന ഇവിടെ ക്ലാസ്മേറ്റ് ഇവളോട് പറയുകയാണ്, നീ ഇങ്ങനെ നാടനായിട്ട് നടന്നാലും രസമില്ല, നീ മോഡേൺ ആവണമെന്ന് പറഞ്ഞ് അങ്ങനെ അവളെ കൊണ്ടുപോയി ഫേഷ്യലും മറ്റും ഡ്രസ്സും ഒക്കെ മേടിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അർജുൻ്റെ മുന്നിലെത്താൻ ഇവക്കൊരു നാണക്കേടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അവൾ കാണിക്കുകയാണ്, ഞാനിപ്പോൾ സുന്ദരിയായില്ലേന്ന്. അവനിതൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ പിണങ്ങി പോവുകയായിരുന്നു അവൾ ഓട്ടോയിൽ. കോളേജിലുള്ള സീതയും ഫ്രണ്ട്സിൻ്റെയും കൂടെ ഒരു പാർട്ടിക്ക് പോവുകയായിരുന്നു അവൾ. അവിടെ ലുക്ക് കണ്ട് ശരിക്കും നമ്മുടെ ചോക്ലേറ്റ് ബോയ് അതിശയം വെച്ച് അവൻ അവളെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. പിന്നെ അവളെ മദ്യം കുടിക്കുകയും ചെയ്തു. പക്ഷേ പിറ്റേന്ന് എണീറ്റപ്പോൾ അവൾക്ക് ഭയങ്കര കുറ്റബോധം തോന്നി. ഇന്ന് കോളേജിൽ ചെന്നപ്പോൾ അവിടെ പഴയ കൂട്ടുകാരിയായ അവൾ പറയുകയാണ്, വൈഷ്ണവി നിന്റെ പോക്ക് ശരിയല്ല എന്ന്. അവൾ അവളോട് വഴക്ക് പറയുകയും ചെയ്യുക. പക്ഷേ ഇതൊന്നും കേൾക്കാതെ തന്നെ പിന്നെയും ചോക്ലേറ്റ് ബോയോടൊപ്പം തന്നെ കാറിൽ പോവുകയായിരുന്നു. സമയം തന്നെ അർജുനെ പലിശക്കാരെല്ലാവരോട് പിടിച്ചു നിർത്തുകയായിരുന്നു. ഫോണും പലിശയ്ക്ക് എടുത്തിട്ടായിരുന്നു അവർക്കത് വാങ്ങിച്ചു കൊടുത്തത്. സമയം തന്നെ അവൻ്റെ അമ്മ വന്നായിരുന്നു അവനെ രക്ഷിച്ചത്. അവൾ അവനുമായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു. അങ്ങനെ അവൻ അവൾക്കൊരു ഫോൺ സമ്മാനിച്ചു. അവളത് ഓപ്പൺ ആക്കി നോക്കുകയായിരുന്നു. എന്നിട്ട് അവൾ അർജുനോട് പറയുകയാണ്, ഇത് നീ മേടിച്ചെന്ന പോലത്തെ ഫോണല്ല, ഇത് ഐഫോണാണ്, ഇതിനകത്ത് ഫോട്ടോ എടുക്കാൻ തന്നെ എന്ത് രസമാണെന്ന് പറയും. അങ്ങനെ അവൻ പറയാണ്, ഞാൻ നിനക്ക് പലിശയ്ക്ക് എടുത്താണ് ഫോൺ മേടിച്ചു തന്നത്. ഇതൊന്നും കാര്യമാക്കാതെ തന്നെ അവൾ അവനോട് ദേഷ്യപ്പെട്ടു പോകും. അവന് കുറച്ച് പൈസ കൊടുക്കുകയാണ്, നീ ഈ കടം വീട്ടെന്ന് പറഞ്ഞിട്ട്. അവളോടുള്ള ദേഷ്യത്തിന് അവൻ പൈസ വലിച്ചെറിഞ്ഞ് പോവുകയാണ്. അങ്ങനെ അവർ രാത്രി ഒരിടത്ത് മീറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നേരിട്ട് കാണാൻ വൈഷ്ണവി അർജുനോട് പറയുന്നുണ്ട്, എനിക്ക് നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ ആരും. പിറ്റേന്ന് ചോക്ലേറ്റ് ബോയ് അവളെ വേറൊരു പാർട്ടിക്ക് ക്ഷണിക്കുകയായിരുന്നു. അങ്ങനെ അവൾ പോവുകയായിരുന്നു. അങ്ങനെ ആ പാർട്ടി വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ പ്രപ്പോസ് ചെയ്യുമായിരുന്നു അവൻ. അവൾ അത് റിജക്റ്റ് ചെയ്യുകയാണ്. നിന്നോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതല്ലേ എനിക്കിഷ്ടമല്ലാന്ന്, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ പുറകെ നടക്കുന്നതെന്ന്. പിന്നെ അവർ പറഞ്ഞ് സോൾവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ മദ്യത്തിന്റെ ലഹരി അറിയാതെ അവൾ കിസ് ചെയ്യുകയും ചെയ്തു അവനെ. പിറ്റേ ദിവസമായപ്പോൾ മദ്യത്തിന്റെ ലഹരി വിട്ടപ്പോൾ അവൾക്ക് നല്ല കുറ്റബോധം തോന്നുകയാണ്, അർജുനെ ചതിക്കുവല്ലേ. അങ്ങനെ അവൾ അവനെ വിളിക്കുകയാണ് ചോക്ലേറ്റ് ബോയെ. എന്നിട്ട് പറയാണ്, ഇന്നലെ അബദ്ധത്തിൽ സംഭവിച്ചാണ്, നീ ഒന്ന് മനസ്സ് വെക്കല്ലേന്ന്. അർജുനോട് പിന്നെ മിണ്ടുമ്പോൾ പോലും അവൾക്ക് നല്ല വിഷമമുണ്ടായി. അങ്ങനെ അവൻ അവളെ വിളിച്ചിട്ട് പറയാണ്, നീ ഈ ഒരു പ്രാവശ്യവും കൂടി എൻ്റെ കൂടെ വന്ന് ഇടപെടി കഴിഞ്ഞാൽ ഞാൻ ഈ കാര്യം മറന്നോളാന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് മറ്റു സീതയും കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ വേറെ വഴിയില്ലാഞ്ഞിട്ട് സമ്മതിക്കുകയും ചെയ്യുകയാണ്. പ്രോജക്റ്റ് ചെയ്യാനുണ്ട്, ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുക എന്ന് പറഞ്ഞ് അർജുനെ വിളിച്ചുകൊണ്ട് അവൾ പോവുകയാണ്. അർജുൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷേ അത് അവൾ മറന്നുപോയി. അർജുൻ ഗിഫ്റ്റ് കൊടുത്ത് സാരി കൊടുത്തായിരുന്നു അവളന്ന്. അവനോട് സംസാരിച്ചപ്പോഴാണ് അന്ന് ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞത്. അങ്ങനെ അർജുന് കിസ് കൊടുത്ത് ചോക്ലേറ്റ് ബോയുടെ വീട്ടിൽ പോവുകയാണ് അവൾ. ചോക്ലേറ്റ് ബോയുടെ ആയിട്ട് അവൾ ഒരു രാത്രി ചെലവഴിക്കുകയാണ്. പിറ്റേ ദിവസമായപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ അവനൊരു വീഡിയോ കാണി കിസ് ചെയ്യുന്ന സീനായിരുന്നു. അത് സൈറ്റിൽ വന്നതായിരുന്നെന്നായിരുന്നു പറഞ്ഞത്. ഇത് കണ്ടപ്പോൾ ശരിക്കും അവൻ തകർന്നു പോയി. അങ്ങനെ അവളെ കൊല്ലാൻ വേണ്ടി അവിടെ വീട്ടിൽ പോവുക. പക്ഷേ അവളുടെ നിഷ്കളങ്കമായ കിടപ്പ് കണ്ടിട്ട് അവനൊന്നും ചെയ്യാൻ തോന്നുന്നതേയില്ല, കാരണം അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടോ. ഈ സമയം തന്നെ ചോക്ലേറ്റ് ബോയ് അറിയുകയാണ് അവൾക്ക് നാട്ടിലൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്. അങ്ങനെ അത് ചോദിക്കാൻ വേണ്ടി അവിടെ വീട് അന്വേഷിച്ച് പോകും. അങ്ങനെ സ്റ്റാൻഡിൽ വന്ന് ചോദിക്കുകയാണ് അവളുടെ ഫോട്ടോ കാണിച്ചിട്ട് വീട് എവിടാന്ന്. അച്ഛൻ അവരോട് പറയാണ്, ഞാൻ കാണിച്ചു തരാം, എൻ്റെ കൂടെ വന്നാൽ മതിയെന്ന്. അങ്ങനെ ഓട്ടോയിൽ കൂടെ പോയിട്ട് അവൻ വിളിക്കുകയാണ് അവളെ. ആദ്യം ഫോൺ എടുത്തിട്ടില്ല. അവൾ വണ്ടി ഇരുന്ന് അവനോട് പറയാണ്, എനിക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അതെന്ന്, നമ്മുടെ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയല്ലേ അന്ന് വന്നതെന്നൊക്കെ പറയാണ്. അവൾ ഓട്ടോയിൽ ഇരുന്ന് അർജുനെ ശ്രദ്ധിക്കുന്നത്. അർജുൻ അവളോട് ചോദിക്കുകയാണ്, എന്താണ് ശരിക്കും പ്രശ്നം. പിന്നെ അവൾ കള്ളം പറയും. ചോക്ലേറ്റ് ബോയ് പറയാണ്, നിന്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ പറയട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ അവനെ അടിക്കുകയാണ്. അങ്ങനെ അവൾ ഒന്നും നോക്കാതെ ഒരു കത്തി എടുത്ത് ഞരമ്പ് മുറിക്കാൻ നോക്കുകയാണ്. എല്ലാവരും കൂടി ഓടി വന്ന് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു.
അങ്ങനെ അർജുനെ പോലീസ് കൊണ്ടുപോയി. അവളുടെ അമ്മയുടെ പരാതിയിലായിരുന്നു കൊണ്ടുപോയി. പക്ഷെ മറ്റവനെ കൊണ്ടുപോയില്ലായിരുന്നു, അവൻ ക്യാഷുള്ള വീട്ടിലെ ആയതുകൊണ്ട്. എൻ്റെ അമ്മ വിചാരിച്ച് പലിശ കാശ് കൊടുക്കാത്തതിന്റെ പേരിലാന്ന്. അങ്ങനെ ആധാരം വരെ എടുത്തു കൊടുക്കുകയാണ് അവര്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്റെ അമ്മ മരിച്ചു പോവുകയാണ്. അങ്ങനെ അവൻ മുഴുവനായി തകർന്നു പോയി. വൈഷ്ണവി ഒരുപാട് സങ്കടത്തിലായിരുന്നു. വൈഷ്ണവി അവനെ അന്വേഷിച്ചു പോവുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ അവൻ ഒരു വഴിവെക്കി കിടക്കുകയായിരുന്നു. അർജുൻ വൈഷ്ണവിയോട് പറയാണ്, ഇനി എന്നെ ഒരിക്കലും ശല്യപ്പെടുത്തരുത്, നീ പോകണം. വർഷങ്ങൾക്ക് ശേഷം അവൻ നാട്ടിൽ വരികയാണ്. അപ്പം കാണുന്നത് വൈഷ്ണവിയുടെ കല്യാണത്തിന്റെ ചിത്രമായിരുന്നു. അവന് ശരിക്കും അതിശയമായി പോയി. അവൾ എന്ത് സന്തോഷവതിയാണെന്നും